ഹായ് ഹലോ. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഫ്ലോയത്തിൻ്റെ ഇംപ്രൂവൈസ്ഡ് മോഡൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ് അല്ലെങ്കിൽ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന 9th മൂന്നാമത്തെ ചാപ്റ്ററിലുള്ള ഫ്ലോയത്തിൻ്റെ മോഡലാണ് ഞാനിതിന് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. PVC പൈപ്പ് കൊണ്ടാണ് നമ്മൾ ഈ ഫ്ലോയത്തിൻ്റെ മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നിങ്ങളൊരു നാച്ചുറൽ സയൻസ് BEd സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കംപ്ലീറ്റ്ലി ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ഒരു എയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഞാനിവിടെ 2 വണ്ണത്തിലുള്ള വേസ്റ്റ് PVC പൈപ്പ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ വണ്ണത്തിലുള്ള ഓരോ PVCയും ഞാൻ ഹൊറിസോണ്ടൽ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അക്രിലിക് പെയിൻറ്റ്സ് ആണ്. പിന്നെ അതുപോലെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ ബോണ്ട് സോൾവൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫെവിക്കോൾ, സിസേഴ്സ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A4 ഷീറ്റ്സോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാർഡ്ബോർഡ് പീസസ് ആണ് വേണ്ടത്. എത്രയായാലും നമുക്ക് ഫ്ലോയ ഉണ്ടാക്കി തുടങ്ങാം. ഫ്ലോയത്തിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് സീവ് ട്യൂബ്സ്, അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ PVC യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സഹകോശമാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ PVC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീവ് ട്യൂബായ വലിയ PVCയും കമ്പാനിയൻസലായ ചെറിയ PVCയും നമുക്കിതാ ഇതുപോലെ ഇടകലർത്തിയിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയ ശേഷം നമുക്ക് സോൾവെൻറ്റ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ സോൾവെൻറ്റ് വെച്ചിട്ട് ഒട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്വിക്കോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലെയുള്ള കുറച്ചും കൂടെ ശക്തിയേറിയ പശകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സോൾവെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം പിടിച്ച് വെക്കേണ്ടി വരും. നമ്മളെടുക്കുന്ന PVCയിൽ അഴുക്കുകളുണ്ടെങ്കിലും ഇത് ഒട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കാണുന്ന അഴുക്കെന്ന് പറഞ്ഞത് ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ട് ബാക്കിയുള്ള അഴുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ പതുക്കെ ഞാൻ ഓരോന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള PVCകൾ ഇടകലർത്തിയിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് സീവ് ട്യൂബ്സിൻ്റെ പുറംഭാഗം ഞാൻ ഓറഞ്ച് കളറും ഉൾഭാഗം യെല്ലോ കളറുമാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. കമ്പാനിയൻ സെൽസിന് ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഇനി ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ നമുക്ക് നീളത്തിൽ മടക്കിയെടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ മടക്കുകളാക്കി എടുത്തിട്ട് നമുക്കതിൻ്റെ അറ്റം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാം. അങ്ങനെ ഒരേപോലെയുള്ള ഒന്നിലേറെ പേപ്പർ ഞാനിപ്പോൾ മടക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എടുത്തിട്ട് 3 ഈക്വൽ പീസാക്കിയിട്ട് കട്ട് ചെയ്യാണ്. ഇനി ഇതിൽ ഓരോ പീസും മറ്റൊരു ഫോൾഡഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. 3 ഭാഗമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പാനിയൻ സെൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മളതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ റെഡിയായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കതിൽ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ റെഫറൻസിലെ കമ്പാനിയൻ സെൽസിനുള്ളിലുള്ള ഒരു ഡാർക്ക് ബ്ലൂ കാണുന്ന ഒരു ഫില്ലിംഗ് ഇല്ലേ, അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ, പേപ്പർ വെച്ചിട്ട്.
ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഈ ഒരു പാർട്ടിന് കളർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കമ്പാനിയൻ സെൽസ് നേരത്തെ ഞാൻ ഡാർക്ക് ബ്ലൂ കളറായിരുന്നു ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഈ ഫില്ലിങ്ങിന് ഞാൻ ലൈറ്റ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സെൻറ്ററിലെ ഒരു പാർട്ട് മാത്രം ഞാൻ 4 ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പീസും 3 ഭാഗമേ കവർ ചെയ്തുള്ളൂ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ പണി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, ഒന്ന് ഇറക്കി വെച്ച് നോക്കാം കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഓരോ പീസായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നോക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഫില്ലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വേറെ ഫെവിക്കോളോ അല്ലെങ്കിൽ മറ്റു പശകളോ ഒന്നും ഉപയോഗിച്ചിട്ട് ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് അവിടെ ഫില്ലായിരുന്നോളും. ഇനി സീവ് ട്യൂബ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോശ ഭിത്തി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കാർഡ്ബോർഡ് പീസിൽ അതിൻ്റെ നടുക്ക് ചെറുതായിട്ട് ഹോൾസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തൽക്കാലം ഞാൻ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് PVCയും കാർഡ്ബോർഡും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ പോരാ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നീട് യൂസ് ചെയ്ത പശ ഫ്ലസ് ക്യൂക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ എനിക്ക് കറക്റ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒട്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചാൽ മതി. ഒന്നിലേറെ സീവ് ട്യൂബ്സ് അടുക്കി വെച്ചിട്ടാണ് സീവ് ട്യൂബ് രൂപം കണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആഷ് കളർ വെച്ചിട്ട് അതിനൊരു സെപ്പറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് കളർ വെച്ചിട്ടും സെപ്പറേറ്റ് ചെയ്യാം. ഇതിന് സ്യൂട്ടാകുന്ന ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഏത് കളർ യൂസ് ചെയ്യാം. ആക്ച്വലി ആഷ് കളർ എനിക്ക് ബ്ലൂവും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയൊരു കളറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സെപ്പറേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൈറ്റ് പേപ്പർ ഒട്ടിച്ച സമയത്ത് തന്നെ 3 ലെയറായിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ സെപ്പറേഷൻ കാണിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലോയത്തിൻ്റെ ഇംപ്രൂവൈസ്ഡ് മോഡൽ ഇവിടെ റെഡിയാണ്. അത്ര സൂപ്പർ മോഡലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളെ വീട്ടിലുള്ള പഴയ PVC പൈപ്പ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മോഡലൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇംപ്രൂവൈസ്ഡ് റൈഡ്, അത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്